ടോൾ യൂണിറ്റ് വേണം. മിക്സിയും ഫ്രിഡ്ജും ഗ്രൈൻഡറും ഒന്നും പുറത്തിരിക്കുന്നത് ആരും കാണാൻ പാടില്ല. പിന്നെ പല വീടുകളിലും ഇന്ന് ഓപ്പൺ കിച്ചൺ ആണല്ലോ. നമ്മുടെ ബെഡ്റൂം എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ക്ലീൻ ആയിട്ടിരിക്കണം. അത്രയും ക്ലീൻ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ കിച്ചണിൽ കുക്ക് ചെയ്യാതെ ഇരിക്കണം കേട്ടാ. അല്ലെങ്കിലും നമുക്കൊരു കിച്ചണിന്റെ ആവശ്യമുണ്ടോ? നീ ഇങ്ങനെ കുക്ക് ചെയ്ത് കഷ്ടപ്പെടല്ലേ, കൊണ്ട് പുറത്ത് മേടിച്ചാ പോരെ. ഇത് കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും ഞാൻ കുക്ക് ചെയ്യുന്നത് കൊള്ളൂലെന്ന്. 2 തവണ മാസ്റ്റർ ഷെഫ് ആയ ആളാണ്. അല്ല, എന്താണ് കിച്ചൺ വേണ്ടെന്ന് പറയുന്നത്? നമ്മൾ ഫൈനാൻഷ്യലി കണക്കൂട്ടി നോക്കുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്നതൊക്കെ ലാഭം പുറത്തുനിന്ന് ഫുഡ് വാങ്ങുന്നതാണ്. ഇപ്പൊ കിച്ചൺ, നമ്മുടെ ഒരു കിച്ചൺ ഒക്കുപ്പ് ചെയ്യുന്ന ഒരു 300 സ്ക്വയർ ഫീറ്റ് സ്പേസ് വരും. 6 ലക്ഷം രൂപയില്ലേ? കുക്കിങ്ങിന്റെ കോസ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ലേബർ നമ്മളതിൽ കൗണ്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. 300 to 500 ഇടയിൽ ഫുഡ് എക്സ്പെൻസ് നമുക്ക് ഒതുങ്ങുന്നുണ്ട്. വീട്ടിൽ കുക്ക് ചെയ്യുന്നത് നഷ്ടമല്ലേ? ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പൈസ ഈ മനുഷ്യൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. 300 രൂപയ്ക്ക് 3 പേർക്ക് ഭക്ഷണമോ? അത് നടക്കുന്ന കാര്യമാണോ? നമ്മുടെ വീട് പണി സ്ട്രക്ചർ വരെ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇനിയാണ് അങ്ങോട്ട് പൈസ ഇറങ്ങുന്നതെന്നാണ് പൊതുവേ ഉള്ള ജനസംസാരം. കിച്ചന് വേണ്ടി ഞങ്ങൾ നടത്തുന്ന പ്ലാനിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. ഞാനിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടത്ത് കുളത്തൂരിനടുത്താണ്. നമ്മുടെ SFR സൈബർ പാംസിനും കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിനും അടുത്തായിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ വീട് പണി ഇങ്ങനെ നടക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കോൺടാക്ട് ചെയ്യുമായിരുന്നു. ഇവർ പ്രീമിയം കിച്ചൺസ് ചെയ്യുന്ന ഡി ലുജാൻ എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. അപ്പോൾ ഇവിടെ 4 പ്രീമിയം കിച്ചൺസ് ഇവർ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഏത് വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒരു പ്രോഡക്റ്റ് കാണുമ്പോൾ അതിന്റെ ഫൈനൽ ഔട്ട് എങ്ങനെ വരും എന്ന് നമുക്ക് മനസ്സിലാകണം എന്നില്ല. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് ഞങ്ങൾ ഷോറൂം വിസിറ്റ് ചെയ്യുന്നത്. 4ഓ 5ഓ കിച്ചണുകൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകാൻ മെറ്റീരിയലും പ്രോഡക്ട്സും ചൂസ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ബഡ്ജറ്റ് എപ്പോഴും നമ്മൾ വളരെയധികം കോൺഷ്യസ് അല്ലേ? നിങ്ങളെ അതിശയിപ്പിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറയട്ടെ. ഈ ഡൈനിങ് ടേബിളും വാർഡ്രോബും. അനീഷേ, അപ്പൊ എനിക്കൊരു കിച്ചൺ വേണം. എത്ര രൂപയിലൊക്കെ ഉള്ള കിച്ചൺ ഉണ്ട് നിങ്ങൾക്ക്? നമുക്ക് ആദ്യം മെഷർമെന്റ്സ് അറിയണം. ഇതിപ്പോൾ സെയിൽസ് സ്റ്റീലിന്റെ ഒരു സാമ്പിൾ മെറ്റീരിയൽ ആണ് ഈ കാണുന്നത്. അതായത് നമ്മുടെ നിങ്ങൾ ചെയ്യുന്ന കിച്ചൺ ക്യാബിൻസിന്റെ ഒരു മോഡലാണ്. ഇത് 304ന്റെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. ഡബിൾ കോട്ടിംഗ് ആണ് വരുന്നത്. ACS കിച്ചൺ ക്യാബിനറ്റ്സും ഇവിടെ കാണാൻ പറ്റും. കൂടുതൽ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിനായിരിക്കും. ലെസ് സൈഡ് സാർ ചെയ്യുന്നുണ്ടെങ്കിൽ ACS ആയിരിക്കും സാർ ചൂസ് ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയതാണ്. ഇത് നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് 25 years വാറണ്ടി നമുക്ക് പറയാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ലോഹത്തിന്റെ കട്ടിയും ലോഹത്തിന്റെ ഈ ആവർത്തന പട്ടികയിലെ ക്രമവും അനുസരിച്ച് ഇതിന്റെ റേറ്റിലെ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഏത് വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അനീഷ, ഇതല്ലേ നിങ്ങളുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കിച്ചൺ? അതെ സാർ, ഇത് ഫുള്ളും ഇല്ലേ. നമുക്ക് ഈ ഒരു ഫുൾ ക്യാബിൻ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പുറത്ത് ഈ കാണുന്നതെല്ലാം സിറാമിക് കോട്ടിംഗ് ആണ്. ഹോട്ടൽസിലൊക്കെ ചെയ്യുന്ന പോലെ അവരുടെ സ്റ്റീലാണ്. അടുത്തത് കണ്ടോ, നമുക്ക് കല്ലറി യൂണിറ്റ് സെറ്റ്സ് ഒക്കെയാണ് ഈ വരുന്നത്. നമുക്ക് ഹിറ്റിഷ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കല്ലറി യൂണിറ്റ് സെറ്റ്സ് ഒക്കെയാണ് ഈ വരുന്നത്. അതിൻ്റെ കൂടെ 2 ബേസ് ക്യാബിനറ്റിൽ 2 ഷെൽട്ടറായിട്ട് നമുക്ക് കാണിട്ടുണ്ട്. ഒന്ന് പ്ലേറ്റ് ഡ്രോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് വെജിറ്റബിൾ ബാസ്ക്കറ്റ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ട്രേ നമുക്ക് യൂസ് ചെയ്യാം. ഇതിലും മൾട്ടിപ്പിൾ ക്യാബിൻസ് എന്തൊക്കെ വേണം നമുക്ക് യൂസ് ചെയ്യാം. മിക്സി, നോട്ട് ദ പോയിന്റ്. കഴുകാൻ സമയം കിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ എടുത്ത് പാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് അടച്ചു വെച്ചാൽ മതി. നമുക്ക് ഇങ്ങനെ നിൽക്കാം. സാർ, ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ. ഡിഷ് വാഷർ, സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. 4 മീറ്ററിൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കിച്ചൺ ചെയ്യുന്ന സമയത്തില്ലേ, ടിൻഡഡ് ഗ്ലാസസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അട്രാക്ഷൻ ആണ്. ഒരു മൈക്രോവേവ് ഓവനും കൂടെ കൊടുത്തിട്ടുണ്ട്. സാധനം ഇങ്ങനെ ഒന്ന് തുറക്കാം. നമുക്ക് ഇതിൻ്റെ കൂടെ ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കൂടുതൽ പേര് സ്റ്റെയിൻലെസ് സ്റ്റീലിനാണ് ഇങ്ങനെ ഒരു മോഡൽ കൊണ്ടുവരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഓവനും ഡിഷ് വാഷറും എല്ലാം ഒരു സ്ട്രോങ് ക്യാബിനിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. നമുക്ക് വേണമെങ്കിൽ ACSലും ചെയ്യാം, PWB കിച്ചണിലും ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഏറ്റവും കൂടുതൽ സ്ട്രോങ്ങും ലാസ്റ്റിങ്ങും കൂടുതൽ കിട്ടുന്നത് ഈ ഒരു സ്റ്റീൽ കിച്ചണിലായിരിക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിൽ കൊള്ളുന്ന ഇത്രയും സാധനങ്ങൾ തന്നെയാണ് അല്ലാതെ വെക്കുന്നത്? ഇതിങ്ങനെ പൊക്കത്തി ഇരിക്കുന്നു എന്നുള്ളൊരു ടോൾ യൂണിറ്റ് എന്തായാലും എന്റെ കിച്ചണിലുണ്ടാവും. ഈ മനുഷ്യൻ ഇങ്ങനെ പലതും പറഞ്ഞ് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിനി നമ്മൾ ആക്സസറീസ് ഒക്കെ ഒരു വലിയൊരു സ്റ്റോറിൽ കൊള്ളുന്ന അത്രയും സാധനങ്ങൾ നമുക്ക്. ഇതാണ് ഐലൻഡ് കിച്ചൺ. ഐലൻഡ് കിച്ചൺ അഥവാ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അല്ലെങ്കിൽ ബാർ കൗണ്ടർ എന്നൊക്കെ പറയാൻ പറ്റുന്ന അടിപൊളി ഒരു വ്യൂ. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു കിച്ചൺ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ ഫ്രണ്ടിൽ ഒരു അയൺ കിച്ചൺ. അത് രസമായിരിക്കും. ഹാഫ്ലി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സ്കോച്ച് എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് ഈ യൂസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും കാഴ്ചയിൽ മാർബിൾ എന്ന് തോന്നുന്നില്ലേ? ഇൻഡക്ഷൻ പ്ലേറ്റ്. യെസ്, ഇൻഡക്ഷൻ പ്ലേറ്റ് ആണ്. അതിൽ ഇത് ഇലക്ട്രിക് ആണ്. നമുക്ക് അതിന്റെ കൂടെ തന്നെ ഒരു ചിമ്മിനി. ഇത് ബോഷ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു ബ്രാൻഡിങ് ചിമ്മിനിയാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. കല്ലറി യൂണിറ്റ്സ് ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ആക്സസറീസ് എല്ലാം. ബ്ലംസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ആക്സസറീസ് ആണ്. ഇതിലൊക്കെ എങ്ങനെ കഴിക്കാൻ തോന്നുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതെല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ്. ജസ്റ്റ് ഒന്ന് സാർ ഒന്ന് പുഷ് ചെയ്താൽ നമുക്ക് ഇൻഡക്ഷൻ പ്ലേറ്റ് ആയതുകൊണ്ട് ഇൻഡക്ഷൻ. അതെ, അതിന്റെ അടുത്ത് തന്നെ നമുക്ക് ഇത് പാത്രങ്ങൾ തന്നെ ഇതിനകത്ത് വെക്കാം. എടാ, സൂപ്പർ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു വേസ്റ്റ് റോ കണ്ടോ? കോൺസെപ്റ്റ് ഒക്കെ മാറിയിട്ട് കുറേ കാലമായി. പ്രൊഫൈൽസ് ആണ് ഇപ്പൊ എല്ലായിടത്തും
യൂസ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഈ കോർണേഴ്സ് വരുമ്പോഴത്തേക്കും Okay. ഈ അതെങ്ങനെയാ നമ്മൾ യൂട്ടിലൈസ് നമുക്ക് ചെയ്യുന്നത്? ഇതിന് പറയുന്നത് തന്നെ മാജിക്കൽ കോർണർ എന്നാണ്. ഓക്കെ. ജസ്റ്റ് ഇങ്ങനെ നമുക്ക് തുറക്കുക, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാം, അതേപോലെ ക്ലോസ് ചെയ്യാം. അപ്പോൾ അത്രയും സ്പേസ് നമുക്ക് അങ്ങ് കവറപ്പ് ചെയ്യാം. ഈ കോർണർ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തു. അതുകൂടാതെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റ് ചെറിയൊരു ക്യാബിൻ പോലെയൊക്കെ ചെയ്യാം. ഓക്കെ, അതിനോട് ചേർന്ന് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രോക്കറി യൂണിറ്റും കൂടെ നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ കണ്ടതിൽ ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫർണിച്ചർ ഇതാണ് കേട്ടോ, ഒരു ചെസ്റ്റ് ഓഫ് ഡ്രോയർ. നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചുമര് മുഴുവനും വാൾപേപ്പർ ഒട്ടിക്കുന്ന ഒരു ട്രെൻഡ്. നമ്മുടെ മുൻപത്തെ പോലെ പെയിൻറ്റിൽ ഒരുപാട് സമയം നിന്ന് ഉള്ള കലാപരിപാടികളൊന്നും ഇപ്പോൾ ഇല്ല. ഈ സാധനം കിട്ടുന്നു, നമ്മുടെ പാറ്റേണിൽ ഇഷ്ടമുള്ള നമുക്ക് നോക്കി സെലക്ട് ചെയ്യാം, അവർ കൊണ്ടുവന്ന് ഒട്ടിച്ച് തരുന്നു. നല്ല ഭംഗിയായിരിക്കും കാണാൻ. എക്കണോമി ലെവൽ മുതൽ ലക്ഷറി പ്രീമിയം സെഗ്മെന്റ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. പെയിൻറ്റിങ് പോലെ ഇരിപ്പുണ്ട് മുഴുവൻ. നമ്മുടെ ഒരു ചുമരിൽ നമുക്കൊരു വാൾ പെയിൻറ്റിങ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ്. അതിപ്പോൾ വാൾ പെയിൻറ്റിങ് വേണോ വാൾ പേപ്പർ വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ വന്ന് കണ്ടപ്പോൾ. കാരണം അത്രയും തൊട്ട് നോക്കി ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്ത പോലെ തന്നെ ഉണ്ട് കണ്ടോ, ആ ഫീല് കിട്ടും. ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്. എക്കണോമി പ്രൈസിലുള്ള ലക്ഷറി സാധനം കിട്ടുമോ? കാല് വരെ ട്രൗസർ. ലക്ഷറി പ്രീമിയം എക്കണോമി എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റിയാണ് ആ ഒരു വരുന്നത്. കട്ടി കുറവാണ് കുറച്ചുകൂടെ. ഇത് കാണുമ്പോൾ കാഴ്ചയിൽ നമ്മൾ രണ്ടും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലക്ഷറി പ്രീമിയം ഗ്ലാസ്സസ് നമ്മൾ ചൂസ് ചെയ്യുള്ളൂ. അതെ അതെ.